Ummi's Tasty Hut. അസ്സലാമലൈക്കും. റമദാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ എഗ്ഗ് ബ്രെഡ് ബോൾസ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ബോൾസ് ആണിത്. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇത് ഉണ്ടാകുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂണ് മയോനൈസ് ഇട്ട് കൊടുക്കാം. മയോനൈസ് ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന മയോനൈസ് ആയാലും മതി, പക്ഷെ നല്ല തിക്കായിരിക്കണം. അധികം ലൂസായ മയോനൈസ് പാടില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് നല്ല എരിവ് ഉണ്ടാവണം. ബ്രെഡ് കുറച്ച് മധുരമാണല്ലോ, അപ്പോൾ നല്ല ഫില്ലിങ് നല്ല എരിവ് ഉണ്ടാവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പായി പോകണ്ട, കാരണം മയോനൈസിലും സോസിലൊക്കെ ഉപ്പുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ചോപ്പ് ചെയ്ത ചിക്കനാണ്, 1 കപ്പ് നിറച്ചും ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങി ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരു സവാള ചെറുതെടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞും ചേർക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ് പെട്ടെന്ന് റെഡിയാവും. ചിക്കനൊക്കെ വേവിച്ചതുണ്ടെങ്കിൽ നമുക്ക് ഈ ഫില്ലിങ് പെട്ടെന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുക. സൈഡ് കട്ട് ചെയ്ത ഭാഗം കളയണ്ട, അത് ഇതേ സ്നാക്കിന് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസായി എടുക്കാം. ഇനി ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെള്ളം നന്നായി പിഴിഞ്ഞ് കളയണം. നമ്മൾ ഏകദേശം ബ്രെഡ് ബോൾസൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുക, അപ്പോൾ അതുപോലെ തന്നെ വെള്ളം നന്നായി പിഴിഞ്ഞ് കളയണം. വെള്ളം ഉണ്ടെങ്കിൽ ഓയിൽ കുടിക്കും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് വെള്ളം നന്നായി പിഴിഞ്ഞ് കളയുക. ഇനി ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല ബ്രെഡായിരിക്കണം. ചില ബ്രെഡ് നമ്മളിങ്ങനെ വെള്ളത്തിൽ വെച്ച് പിഴിയുമ്പോൾ പൊട്ടിപ്പോവാറുണ്ട്, അപ്പോൾ നല്ല ബ്രെഡ് നോക്കി വാങ്ങാം. ഇനി ഇതുപോലെ 4 ഭാഗത്തു നിന്നും മടക്കി കൊടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാകും, പക്ഷെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. വെള്ളത്തിലിടുന്ന സമയത്ത് കുറേ സമയം വെള്ളത്തിലിടരുത്. ഇട്ട ഉടനെ തന്നെ ബ്രെഡ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ വെള്ളം പിഴിഞ്ഞ് കളയണം. ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മയണൈസ് സോസൊക്കെ ചേർത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ സ്നാക്ക്. ഇതുപോലെ ഓരോന്നും ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയ്ക്ക് നമുക്ക് ഒരു 20 ബോൾസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ബ്രെഡ് ക്രംസിൽ പൊതിയുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഒന്ന് സ്പൂണ് കൊണ്ട് മുകളിൽ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് പൊതിഞ്ഞെടുക്കുന്നതാണെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം പറ്റിപ്പിടിക്കൂല. നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്താൽ. ഇല്ലെങ്കിൽ കയ്യിലൊക്കെ മുട്ടൻ്റെ അംശമുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കും, കുറേ ബ്രെഡ് ക്രംസ് അങ്ങനെ പോവും. പിന്നെ ഈ സ്നാക്കിന് വേസ്റ്റ് ആവാനൊന്നുമില്ല. ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും കളയാനില്ല.
ആ സൈഡ് കട്ട് ചെയ്തത് ഒരു മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഫ്രൈ പാനിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മയോണൈസ് സോസൊക്കെ ചേർത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വെജിറ്റബിൾ ഓയിലാണ് നല്ലത് അങ്ങനത്തെ സ്നാക്ക് ആകുമ്പോൾ. ഇത് ഓരോന്നായിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞാൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി മാറ്റാം. ഇതിൻ്റെ ഫില്ലിംഗ് ഓൾറെഡി കുക്കായതാണല്ലോ, അപ്പോൾ കുക്കാവാനൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ബ്രെഡ് നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ മതി മുകൾ ഭാഗം. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. തീ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ബോൾസും പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഉണ്ടാകുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. ഇതുപോലുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്